മുമ്പോട്ട് പോകാൻ മുമ്പിലൊരു തടസ്സമുണ്ടെങ്കിൽ നാം എന്തു ചെയ്യും? ഒന്നുകിൽ അതിനെ മറികടന്നു പോകണം, അല്ലെങ്കിൽ അതിനെ തുളച്ചു കടന്നു പോകണം. അല്ലാതെ അപസർപ്പക കഥകളിൽ പ്രേതങ്ങൾ പോകുന്നത് പോലെ വെറുതെ അതിലൂടെ പോകാൻ കഴിയുമോ? പക്ഷേ കഴിയുമെന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. വെറുതെ പറയുന്നതല്ല, പരീക്ഷിച്ച് തെളിയിച്ചതാണ്. അതും പോരാഞ്ഞ് ഈ വർഷത്തെ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം പോലും ക്വാണ്ടം ടണലിംഗ് എന്ന ഈ വിഷയത്തിലാണ്. സബാറ്റോമിക് തലങ്ങളിൽ മാത്രം പ്രകടമാകുന്ന ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസത്തെ സാധാരണ അവസ്ഥയിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ചതിനാണ് കാലിഫോർണിയ സർവകലാശാലയിലെ മൈക്കൽ ഡെവറ്റ്, ജോൺ ക്ലർക്ക്, ജോർജ് എം മാർട്ടിനി എന്നിവർക്ക് 2025 നോബൽ സമ്മാനം ലഭിക്കുന്നത്. സാമാന്യ ബുദ്ധിക്ക് വഴങ്ങാത്ത, പലപ്പോഴും യക്ഷിക്കഥ പോലെ തോന്നുന്ന ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ക്വാണ്ടം ടണലിംഗ്. ക്വാണ്ടം ഫിസിക്സ് തന്നെ നമ്മുടെ കോമൺ ലോജിക്കിനെ ഒരുപാട് വെല്ലുവിളിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രതിഭാസങ്ങളോ? ഭയമില്ലാതെ നമ്മുടെ സാമാന്യ ലോജിക്കൊക്കെ മാറ്റിവെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ക്വാണ്ടം ഫിസിക്സിനോളം രസകരമായി മറ്റൊന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് നോബൽ സമ്മാനം നേടിയ ക്വാണ്ടം ടണലിങ്ങിനെ തന്നെ ഒന്ന് പിടിച്ചാലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വാരി വിതറിക്കോളൂ കേട്ടോ. ഒരു കാര്യമൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ഞാൻ എഴുതിയ ചാന്ദ്രയാൻ അഭിമാനത്തിൻ്റെ പാദമുദ്രകൾ എന്ന ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഭാരതത്തിൻ്റെ അഭിമാന ദൗത്യമായിരുന്ന ചാന്ദ്രയാൻ 3ൻ്റെ വിജയത്തിനെ അധികരിച്ച് ഭാരതത്തിലും ലോകത്തിലും മുഴുവൻ നടന്ന ബഹിരാകാശ ഗവേഷണങ്ങളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ISROയുടെ മുൻ ചെയർമാനായ എസ് സോമനാഥ് സാറാണ്. സോമനാഥ് സാറുമായി ഞാൻ നടത്തിയ ഇൻ്റർവ്യൂ പൂർണ്ണമായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോകളുടെ QR കോഡുകളാണ്. അങ്ങനെ പരമാവധി ആധികാരികമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ പുസ്തകം വാങ്ങാവുന്നതാണ്. ഡിസ്കവറിംഗ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ മാക്രോസ്കോപ്പിക് ലെവൽ. ഇതിനാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. കേട്ട് കിളി പോയോ? പേടിക്കണ്ട. ഈ കാണുന്ന 4 കിലോമീറ്റർ നീളത്തിലുള്ള പേരുണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാണ്. നമുക്കതിലെ ചില വാക്കുകൾ ഒന്ന് പരിശോധിക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഇതിൽ പ്രധാനം ക്വാണ്ടം ടണലിംഗ് തന്നെയാണ്. ക്വാണ്ടം ടണലിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് ഒന്ന് നോക്കാം. പല പ്രാവശ്യം ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും നോക്കാം. ഇംഗ്ലീഷിലെ ക്വാണ്ടിറ്റി എന്ന പദത്തിൽ നിന്നാണ് ക്വാണ്ടം എന്ന വാക്കുണ്ടായത്. ക്വാണ്ടം എന്നാൽ തുടർച്ചയില്ലാത്ത, കൃത്യമായി അളക്കാൻ കഴിയുന്ന അഥവാ ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജി, സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ എത്തുന്ന പ്രകാശം, ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആണെന്നായിരുന്നു 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെയുള്ള ധാരണ. അതിനെ അടിസ്ഥാനമാക്കി ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും ടെക്നോളജികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പിടിതരാതെ നിന്ന ചില പ്രതിഭാസങ്ങളുണ്ടായി. ചില ലോഹങ്ങളുടെ സർഫസിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ ചൂടായ ഒരു സർഫസിൽ നിന്നും പരക്കുന്ന ഹീറ്റ് റേഡിയേഷൻ അഥവാ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നിവയൊക്കെ കൃത്യമായി വിശദീകരിക്കാൻ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മാക്സ് പ്ലാങ്ക് പുതിയൊരു തിയറി അവതരിപ്പിച്ചു. എനർജി സഞ്ചരിക്കുന്നത് വെള്ളം ഒഴുകുന്നത് പോലെ തുടർച്ചയായിട്ടല്ല, പകരം ഒരു ചാക്കിൽ നിന്ന് ചൊരിയുന്ന അരിമണികൾ പോലെയാണ്. അതിലെ ഓരോ അരിമണിയും ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി അല്ലേ? അതുപോലെ പ്രകാശമടക്കമുള്ള എനർജിയുടെ പ്രവാഹം അനേകം സ്വതന്ത്രമായ എനർജി പാക്കറ്റുകളുടെ കൂട്ടമാണ്. അതിലെ ഓരോ പാക്കറ്റിനും ക്വാണ്ടം എന്നാണ് വിളിക്കുന്നത്. ഈ തിയറി ഉപയോഗിച്ചപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നല്ല സുഖസുന്ദരമായി വിശദീകരിക്കാനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണക്കാക്കാനും കഴിഞ്ഞു. പിന്നാലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും വിശദീകരിച്ചതോടെ 100 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്ര സമൂഹം ക്വാണ്ടം മെക്കാനിക്സ് എന്ന പുതിയൊരു ലോകത്തേക്ക് കടന്നു. തുടർന്ന് നീൽസ് ബോർ,
ഇർവിൻ ഷ്രോഡിഞ്ചർ, സത്യേന്ദ്രനാഥ് ബോസ്, വെർണർ ഹൈസൻബർഗ് തുടങ്ങിയ മഹാരഥന്മാർ ശാസ്ത്രലോകത്തെ ഉഴുത്തുമറിച്ചു. സത്യത്തിൽ 1920-30 ശാസ്ത്രവിജ്ഞാന മേഖലയിലെ മഹാവിപ്ലവങ്ങളുടെ കാലമാണ്. അതിന്നും തുടരുന്നു എന്നതാണ് വാസ്തവം. ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ പ്രതിഭാസങ്ങളും സാമാന്യ യുക്തിക്കും ലോജിക്കിനും നിരക്കുന്നതല്ല. കാരണം നമ്മുടെ സാമാന്യ യുക്തി എന്നത് നമ്മുടെ ചുറ്റുപാടുകളുമായും അനുഭവങ്ങളുമായും സംവദിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെടുക്കാനോ നിരീക്ഷിക്കാനോ കഴിയില്ല. ആറ്റത്തിനും അപ്പുറമുള്ള സബാറ്റോമിക് തലങ്ങളിൽ അടിസ്ഥാന കണങ്ങളായ ഇലക്ട്രോൺ, ക്വാർക്ക് തുടങ്ങിയ അവസ്ഥകളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ക്വാണ്ടം പ്രതിഭാസങ്ങൾ. അവിടെ എല്ലാ ക്ലാസിക്കൽ ലോജിക്കുകളും പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക്കൽ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ പഠിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുകയേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രതിഭാസമാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. എത്ര അകലെയായിരുന്നാലും രണ്ട് ക്വാണ്ടം പാർട്ടിക്കിളുകൾ പരസ്പരം ഇൻസ്റ്റൻറ്റേനിയസായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നതാണത്. അതുപോലെ ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന് ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്നതും നമ്മുടെ സാമാന്യ ബുദ്ധിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതൊക്കെ സത്യമാണ്, പരീക്ഷിച്ച് തെളിയിച്ചതാണ്. അങ്ങനെയൊന്നാണ് കൂട്ടുകാരെ ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസവും. നോക്കൂ, നമുക്കൊരു കുന്ന് കടന്നു പോകണമെങ്കിൽ എന്താണ് ചെയ്യുക? ഒന്നുകിൽ കുന്ന് കയറി ഇറങ്ങണം, അല്ലെങ്കിൽ കുന്നിനെ ചുറ്റിപ്പോകണം. ഇത് രണ്ടുമല്ലെങ്കിൽ കുന്നിൻ്റെ അകത്തൂടെ ഒരു ടണൽ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിലൂടെ പോകണം. അതായത് ടണലിംഗ് എന്നാൽ ഒരു തടസ്സത്തെ മുറിച്ച് കടന്നു പോവുക എന്നാണ് അർത്ഥം. ഈ ടണലിംഗ് ക്വാണ്ടം തലത്തിൽ നടക്കുമ്പോൾ തുളയ്ക്കുകയും തുരക്കുകയും ഒന്നുമില്ല. ആ തടസ്സത്തിലൂടെ കൂളായിട്ടങ്ങ് പോകും. സിനിമകളിൽ യക്ഷിയും പ്രേതവുമൊക്കെ ചുമരുകളിലൂടെ കടന്നു പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ എന്തോന്നടേ ഇത്, ഇയാൾ ഇതെന്ത് ഭ്രാന്താണ് പറയുന്നത് എന്ന് തോന്നിയോ? നിങ്ങളിപ്പോഴും ആ സാമാന്യ ലോജിക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, നോക്കൂ, പറഞ്ഞ പോലെ ദാ ഇവിടെ ഒരു കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ കുന്ന് കടന്നു പോകണം. എന്താ മാർഗം? ഇതിലെ കൂടെ നമുക്ക് കുന്ന് കയറി ഇറങ്ങാം. ഈ കുന്നിനെ ചുറ്റി ഇങ്ങനെ പോകാം. ഇത് രണ്ടുമല്ലെങ്കിൽ എന്താണ്? ഈ കുന്നിനെ തുളച്ച് ഒരു ടണലുണ്ടാക്കി അതിൻ്റെ അകത്തൂടെ പോകാം. ഇവിടെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണത്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ, അവിടെ ഈ തുളയ്ക്കൽ പ്രക്രിയയൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇവിടെ എത്തുന്നു, എത്തിയതിന് ശേഷം ഇവിടെ നിന്നങ്ങ് അപ്രത്യക്ഷമായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ക്വാണ്ടം ടണലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടെ വിശദമാക്കാം. ഇനി ഇവിടെ 2 ഇലക്ട്രോഡുകൾ, ഈ രണ്ടിലും കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവും തമ്മിൽ എന്ത് പറ്റും? അത് റിപ്പൽ ചെയ്തു പോകും. പക്ഷേ അതിനെങ്ങനെ അടുപ്പിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? ഈ ഫീൽഡിലേക്ക് നമ്മളൊരു ചെറിയ ഇലക്ട്രോൺ ഇങ്ങനെ തൊടുത്തു വിടുന്നു. അപ്പോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പം ഇവിടെയുള്ള ഈ നെഗറ്റീവ് ഫീൽഡും ഈ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവും തമ്മിൽ എന്ത് പറ്റും? ഇത് തമ്മിൽ വികർഷിക്കുകയുള്ളൂ. ഇവിടെ പോയിട്ട് ഈ സാധനം നേരെ തിരിച്ചിങ്ങോട്ട് പോരും. വീണ്ടും വിടുന്നു, വീണ്ടും തിരിച്ചു വരും. ഇങ്ങനെ തുടർച്ചയായി വിട്ടുകൊണ്ടിരിക്കുമ്പം ചില ഇലക്ട്രോണുകൾ, അതായത് ഇതിപ്പോൾ ഇലക്ട്രോണിനെ സംബന്ധിച്ചോളം ഇതൊരു ബാരിയറാണ്. ഈ പറഞ്ഞ പോലെ കുന്നുപോലെ ഒരു ബാരിയറാണത്. ഇവിടെ കടന്നങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ കുറേ ഇലക്ട്രോണുകൾ വിടുമ്പം ചില ഇലക്ട്രോണുകൾ ഈ ബാരിയർ കടന്നങ്ങോട്ട് പോകും. ഈ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഇത് ടണൽ വഴി തുളച്ചു പോകുന്നതിന് പകരം ഇത് ഇവിടെ വന്ന് ഇതങ്ങ് അപ്രത്യക്ഷമായി അതേ ഇലക്ട്രോൺ അതേ സമയം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് എഫക്റ്റീവ്ലി കടന്നു പോകുന്നു.
കടന്നു പോകുക പറഞ്ഞാൽ ഈ ബാരിയറിനെ തുളച്ച് കടന്നു പോകുന്നു. ഇതാണ് ഈ ക്വാണ്ടം തലത്തിലെ ടണലിംഗ് എന്ന് പറയുന്നത്. ഇത് ലക്ഷക്കണക്കിന് ഇലക്ട്രോണുകൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ അകത്ത് 5-6 ഇലക്ട്രോണുകൾ മാത്രമേ ഈ ബാരിയർ കടന്നു പോവുകയുള്ളൂ, ഈ ടണലിംഗ് എഫക്റ്റ് വഴി പോവുകയുള്ളൂ. ഈ ടണലിംഗ് എന്ന് പറഞ്ഞാൽ ഇതേ ഇലക്ട്രോൺ അങ്ങനെ തന്നെ ഇടിച്ച് പറിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ തുളഞ്ഞു കയറി പോവല്ല. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്നങ്ങ് ഇല്ലാതാകും, അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇത് കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ പോകുമ്പോൾ ഒരു 100, 500, 1000 ഇലക്ട്രോണുകൾ മാത്രമാണ് ഈ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ കോമൺ ലോജിക്കും കോമൺ സെൻസും ഒക്കെ മാറ്റി വെക്കുക. ഇത് പരീക്ഷിച്ച് തെളിയിച്ച ഒരു ക്വാണ്ടം പ്രതിഭാസമാണ്. ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കൂ, ഒരു ബാരിയറിന് നേരെ വരുന്ന എല്ലാ ഇലക്ട്രോണുകളും ഇങ്ങനെ കടന്നു പോകുന്നില്ല. വളരെ കുറച്ച് ഇലക്ട്രോണുകൾ മാത്രമാണ് ടണലിംഗ് എഫക്റ്റിലൂടെ കടന്നു പോകുന്നത്. നമുക്കറിയാം, സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരേ ഒരെണ്ണം മാത്രമാണ് എല്ലാ തടസ്സങ്ങളും മറികടന്ന് അണ്ഡവുമായി ചേർന്ന് ഭ്രൂണവും കുഞ്ഞുമൊക്കെയായി മാറുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. പട്ടാപ്പകൽ നാം ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണെന്ന് കരുതുക. എത്ര അടച്ചു പൂട്ടിയാലും ഇത്തിരി പ്രകാശം കുറഞ്ഞ അളവിലെങ്കിലും ഉണ്ടാവില്ലേ? അതായത് കുറച്ച് ഫോട്ടോണുകൾ എല്ലാ തടസ്സങ്ങളും മറികടന്ന് മുറിക്കുള്ളിൽ കയറുന്നുണ്ട് എന്നല്ലേ അർത്ഥം. ഈ ഉദാഹരണങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ ക്വാണ്ടം ടണലിംഗ് അല്ല, കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഞാൻ മറ്റൊരു അത്ഭുതം പറയട്ടെ. ക്വാണ്ടം ടണലിംഗ് എന്ന പ്രതിഭാസം ഉള്ളതുകൊണ്ടാണ് നാം ഒക്കെ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുന്നു? സത്യമാണ് കൂട്ടുകാരെ. സൂര്യനിൽ നിന്നുള്ള എനർജി കൊണ്ടാണല്ലോ നാം ഒക്കെ ജീവിക്കുന്നത്. ഈ സൂര്യനിൽ ഇത്ര വലിയ എനർജി ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം ക്വാണ്ടം ടണലിംഗ് ആണ്. പറയാം, ഇത് ശ്രദ്ധിക്കൂ. സൂര്യനിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഒരു വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അകത്ത് പ്രോട്ടോൺ ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രോസസ്സാണത്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിടെയുള്ള ഹൈഡ്രജൻ ഈ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ കൺട്രാക്ഷൻ ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് കാരണം ഉണ്ടാകുന്ന വലിയ ചൂട്, ഏകദേശം 15 മില്യൺ എന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോകും, ഇലക്ട്രോണുകൾ ചെതറിപ്പോകും. പ്ലാസ്മ അവസ്ഥയാണത്. ഒരു ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമാണ് ഹൈഡ്രജൻ ഉള്ളത്. ആ ഇലക്ട്രോൺ അങ്ങ് പോയി കഴിഞ്ഞാൽ ഫൈനലി ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പ്രോട്ടോണും ഇത് ഫൈനലി ഒരു ഹീലിയമായി മാറും. ആ ഹീലിയമായി മാറുമ്പോൾ ഉണ്ടാകുന്ന മാസ് ലോസ്, മാസ് റിഡക്ഷൻ, മാസിലുണ്ടാകുന്ന കുറവ് എനർജിയായിട്ട് പുറത്തു വരികയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരുപാട് സ്വതന്ത്ര പ്രോട്ടോണുകൾ അവിടെ ഉണ്ടാകും. ഈ പ്രോട്ടോണുകൾ അങ്ങനെ അവിടെ നിൽക്കും. ഈ പ്രോട്ടോണുകൾ ഈ സൂര്യൻ്റെ ആ ഉള്ളിലെ ചൂട്, 15 മില്യൺ ചൂട് കാരണം ഇത് കഴിയുന്നതും അടുത്തടുത്ത് വരാൻ നോക്കും. ഈ അടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അത് അടുത്ത് വരില്ല. അടുത്ത് വരാതെ അതിങ്ങനെ മാറിക്കഴിയുന്നതും അകന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മുമ്പേ ആ ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഒരു നെഗറ്റീവ് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്നത് പോലെ ഈ നെഗറ്റീവ് ഫീൽഡിലേക്ക് മറ്റൊരു ഇലക്ട്രോൺ വരുമ്പോൾ അത് തെറിച്ചു പോരുന്നത് പോലെ ഈ 2 പ്രോട്ടോൺ അടുത്ത് വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫീൽഡ്, ഈ ഫീൽഡിലേക്ക് മറ്റൊരു പ്രോട്ടോൺ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് തെറിച്ചു പോകും. ഇതേ അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ചില പ്രോട്ടോണുകൾ ഈ പറഞ്ഞ ക്വാണ്ടം ടണലിംഗ് വഴി ഈ ഫീൽഡിനുള്ളിലേക്ക് കയറി ഇവിടെയുള്ള ഒരു പ്രോട്ടോണുമായി ചേരും. ഇവിടെയുള്ള ഒരു പ്രോട്ടോണുമായി ചേർന്ന് പിന്നീട് അവിടെ ഉണ്ടാകുന്ന പല ഫർദർ പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്ന 2 ന്യൂട്രോണുകളും ആയി ചേർന്ന് ഫൈനലി ഒരു ഹീലിയം ന്യൂക്ലിയസായി മാറും. ഇവിടെ നിന്ന് ആദ്യം തെറിച്ചു പോകുന്ന ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും വന്ന് ഫൈനലി ഒരു ഹീലിയം ന്യൂക്ലിയസായി മാറും.
കോടിക്കണക്കിന് പ്രോട്ടോണുകൾ ശ്രമിക്കുമ്പോൾ കുറച്ച് പ്രോട്ടോണുകൾ മാത്രമേ ഈ ക്വാണ്ടം ടണലിംഗ് വഴി ഇവിടെ ഇങ്ങനെ ആയി മാറുകയുള്ളൂ. പക്ഷേ അത് തന്നെ ഈ സൂര്യൻ്റെ ഈ എനർജിക്ക് ധാരാളമാണ്. അവിടെ ഉണ്ടാകുന്ന മുഴുവൻ പ്രോട്ടോണുകളും ഇതുപോലെ ചേർന്നാൽ സൂര്യൻ്റെ എനർജി എന്ന് പറയുന്നത്, സൂര്യനിൽ നിന്നുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങധികമാണ്. ഇപ്പോഴുള്ളത് തന്നെ ആകെ ഉണ്ടാകുന്ന പ്രോട്ടോണുകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം ചേരുമ്പോഴാണ്. പക്ഷേ നമുക്ക് അത് ധാരാളമാണത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ തന്നെയാണ് ഭൂമിയിൽ നമ്മൾ ഹൈഡ്രജൻ ബോംബിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഹൈഡ്രജൻ ബോംബിൽ ഈ 15 മില്യൺ ചൂട് കൊണ്ട് മാത്രം ഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ചൂടുണ്ടായാൽ മാത്രമേ ഭൂമിയിൽ നമുക്ക് ഈ പ്രോട്ടോണുകളെ തമ്മിൽ ചേർക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഭൂമിയിൽ നമുക്ക് ഇത്ര വലിയ തോതിൽ ക്വാണ്ടം ടണലിംഗ് സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടും പ്യുവർ ഹൈഡ്രജൻ അല്ല ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ടുമാണ് അത് നടക്കുന്നത്. എന്നാൽ ഇവിടെ സൂര്യനിൽ ഈ 15 മില്യൺ ചൂട് മതി. അവിടെ വലിയ ക്വാണ്ടിറ്റിയിൽ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൻതോതിൽ പ്രോട്ടോണുകൾ ഉണ്ടാകും. ആ പ്രോട്ടോണുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ക്വാണ്ടം ടണലിംഗ് അവിടെ സാധിക്കും. ഇവിടെ ഹൈഡ്രജൻ ബോംബിൽ ക്വാണ്ടം ടണലിംഗ് സാധിക്കാത്തതുകൊണ്ടാണ് ഭൂമിയിൽ ഫ്യൂഷന് വേണ്ടി വളരെ 1.5 കോടി ഡിഗ്രിയോളം ടെമ്പറേച്ചർ ആവശ്യമായി വരുന്നത്. ആ ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നത് ഒരു സാധാരണ അണുബോംബ് പൊട്ടിച്ചിട്ടുമാണത്. അപ്പോൾ ഇങ്ങനെയാണ് സൂര്യനിൽ ക്വാണ്ടം ടണലിംഗ് വഴി ഈ എനർജി ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് ക്വാണ്ടം ടണലിങ്ങിന് നമ്മുടെ നിത്യജീവിതവുമായി ഇത്രയ്ക്ക് ബന്ധമുള്ളത് എന്ന് മനസ്സിലായില്ലേ? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ക്വാണ്ടം ടണലിങ് അതിസൂക്ഷ്മ തലങ്ങളിൽ ക്വാണ്ടം മേഖലയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഈ പ്രതിഭാസത്തെ സാധാരണ സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാക്കി എന്ന നേട്ടത്തിനാണ് ഇക്കൊല്ലത്തെ നോബൽ സമ്മാനം നൽകിയിരിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ മാക്രോസ്കോപ്പിക് ലെവൽ എന്നാൽ ഇതാണ്. നമുക്കറിയാം, മൈക്രോസ്കോപ്പിക് ലെവൽ എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതിനെയാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളെയാണ് നാം മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബാക്ടീരിയ, വൈറസുകൾ, ഇതിനെയൊന്നും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അവിടെ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണം. അത് മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രമുള്ള സംഭവങ്ങളാണ്. എന്നാൽ ഇപ്പം എൻ്റെ മുമ്പിലുള്ള ഈ ക്യാമറ, ഈ ലൈറ്റ്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. ഫോണ്, ലാപ്ടോപ്പ്, ഇതെല്ലാം മാക്രോസ്കോപ്പിക്കാണ്. അങ്ങനെ മൈക്രോസ്കോപ്പിക് തലങ്ങളിൽ, അതിസൂക്ഷ്മ തലങ്ങളിൽ മാത്രം സാധ്യമാകുന്ന ക്വാണ്ടം ടണലിംഗ് മാക്രോസ്കോപ്പിക് ലെവലിൽ, അതായത് നമ്മുടെ സാധാരണ സാഹചര്യങ്ങളിലും സാധ്യമായി എന്നതാണ് ഇവിടുത്തെ നേട്ടം. അതേപോലെ എനർജി ക്വാണ്ടൈസേഷൻ എന്താണെന്ന് ആദ്യം പറഞ്ഞല്ലോ, അതും ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ പ്രായോഗികമാക്കി മാറ്റി. 2 കണക്ടറുകളെ ഒരു ചെറിയ ഇൻസുലേറ്റർ കൊണ്ട് വേർതിരിക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫ്ലോ അസാധ്യമാണല്ലോ. എന്നാൽ ഇവിടെ സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ച് ക്വാണ്ടം ടണലിങ്ങും ക്വാണ്ടം എനർജി ക്വാണ്ടൈസേഷനും വിജയകരമായി പരീക്ഷിച്ചു. എങ്ങനെ? ഇവിടെ ശ്രദ്ധിക്കൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു സൂപ്പർ കണ്ടക്ടർ, ഇത് മറ്റൊരു സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്നും സൂപ്പർ കണ്ടക്ടർ എന്താണെന്നും നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം മനസ്സിലാക്കുക, റെസിസ്റ്റൻസ് ഒന്നുമില്ലാത്ത കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയലിനെയാണ് സൂപ്പർ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ വെച്ചിരിക്കുന്നു. അപ്പം ഇവിടെ നമ്മളൊരു ഇത് സർക്യൂട്ട് കണക്ട് ചെയ്താൽ ഇതുവഴി ഇലക്ട്രിസിറ്റി പോവില്ലല്ലോ. സാധാരണഗതിയിൽ എങ്ങനെയല്ലേ ഇത് സാധാരണ കണ്ടക്ടർ ആണെങ്കിൽ. എന്നാൽ ഇവിടെ ജോസഫ്സൺ എഫക്റ്റ് എന്നൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ ഇതിൽ കൂടെ ഈ വൈദ്യുതി പാസ് ചെയ്ത് ഇതൊരു ടോട്ടൽ സിസ്റ്റമായി മാറും. ഇതാണ് ജോസഫ്സൺ എഫക്റ്റ്. ഇത് 1960s ജോസഫ്സൺ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് കണ്ടെത്തിയതാണത്. അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. ഇത് സാധാരണ നമ്മുടെ പരീക്ഷണ സാഹചര്യങ്ങളിൽ മാത്രമേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇടങ്ങളിൽ വളരെ ചെറിയ സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസ്കോപ്പിക് ലെവലിൽ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ഈ സംഭവമാണ്
ഇപ്പോൾ മാക്രോസ്കോപ്പിക് ലെവലിൽ, മുമ്പ് പറഞ്ഞ പോലെ മാക്രോസ്കോപ്പിക് ലെവലിൽ സാധിച്ചിരിക്കുന്നത്. അതിനാണ് ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ക്വാണ്ടം എനർജി ക്വാണ്ടൈസേഷനും മാക്രോസ്കോപ്പിക് ലെവലിൽ ഇതേപോലെ തന്നെ എടുക്കാൻ സാധിച്ചു. കാര്യം ഇതുവഴി ഒഴുകുന്ന എനർജി അത് ക്വാണ്ടൈസ്ഡ് ആണ്, ക്വാണ്ടൈസ്ഡ് എനർജിയാണ് എന്നും നിരീക്ഷിച്ചു. അതും പരീക്ഷിച്ച് വിജയിച്ചപ്പോഴാണ് ഈ വർഷത്തെ നോബൽ സമ്മാനം ഈ മേഖലയ്ക്ക്, ഈ ക്വാണ്ടം ടണലിങ്ങിനും എനർജി ക്വാണ്ടൈസേഷനും നൽകിയത്. നോക്കൂ, ഇതൊരു ചെറിയ കാര്യമല്ല. ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, ന്യൂക്ലിയർ ഫിസിക്സ് മേഖലകളിലൊക്കെ ക്വാണ്ടം ടണലിങ്ങിന് വലിയ റോളുണ്ട്. സൂര്യനിൽ ഊർജ്ജമുണ്ടാക്കുന്നത് പോലെ തുടർച്ചയായി ഊർജ്ജമുണ്ടാക്കാൻ ക്വാണ്ടം ടണലിംഗ് ഉപയോഗിച്ചുള്ള ടെക്നോളജികൾക്ക് കഴിയും. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. അവിടെയും ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ക്വാണ്ടം ടണലിംഗ് തന്നെയാണ്. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് തുറന്നിടുന്ന വഴികൾ അനന്തമായി നീണ്ടുകിടക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.